ഗാസയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെന്റിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം. പിന്നീട് ലോകം കണ്ടത് തെല്ലവീവും ഹൈഫയൊക്കെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ്. ഗാസയിൽ ഡിസ്പ്ലേസ്ഡ് പലസ്തീൻസിനെ താമസിപ്പിച്ച ഒരു ടെന്റിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. اطلع روح ഗാസയിലെ ദേർ അൽ ബലാ, അവിടെ ഡിസ്പ്ലേസ്ഡ് പലസ്തീൻസിനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ടെന്റിലേക്ക് നേരെയാണ് ഇവരുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവരാണ് പറയുന്നത് നമ്മളാണ് ലോകത്ത് പീസ്, സമാധാനം കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എന്ന്. ബാക്കിയും കൂടി കാണാം. يعني برخيبة تلعبها طبيعي. ضربوا الكازيفة، ضربوا لانش بالكازيفة، ضيع هذا وضيع الثاني. اللي في ولد ثاني ولا الولد الثاني بالهلال الثاني. الثلاثة جت فيهم الهواية. يعني أضرب وقت 10 ملي جرام برضه أتكون قبل ربع ساعة. ആ ഉപ്പ പറയുന്നത് കേട്ടില്ലേ? സാധാരണ പോലെ കളിക്കുകയായിരുന്നു കുട്ടികൾ. പെട്ടെന്നാണ് മിസൈൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ദൃശ്യത്തിൽ നെതന്യാഹു പറയുന്നുണ്ടായിരുന്നു ഇറാൻ സിവിലൈസേഷന് ത്രെറ്റാണ്. അതിന് കാരണമായി നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇവർ അറ്റാക്ക്, അതായത് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് കുട്ടികളെയും അതുപോലെ ഓൾഡ് പീപ്പിളിനെ ഒക്കെയാണ്, അതായത് സിവിലിയനുള്ള ഏരിയയിലാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഇവർ ഈ യുദ്ധത്തിൽ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തത് എവിടെയാണ്? ഒരു സ്കൂളിലാണ്. 170-ൽ കൂടുതൽ കുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് ശേഷം ഇപ്പോൾ ഇസ്രായേലിൽ വമ്പിച്ച അടിയാണ് കിട്ടിയിട്ടുള്ളത്. തെല്ലവിയും പിന്നെ അതുപോലെ ഹൈഫയൊക്കെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാം. شوف وين كل يخوف، انا לא מאמין, קח מהר. מהזירה בגני תקווה, בינתיים ללא נפגעים, מספר מכוניות... וואו! ഇസ്രായേലിന്റെ പല സിറ്റികളും ഇന്ന് കത്തി അമരുകയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസൈല് കാരണം ഇവർ അനുഭവിക്കണം. കാരണം എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഇവർ ഈ കാലത്തിനിടയ്ക്ക് കൊന്നിട്ടുള്ളത്. അതായത് ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ അടക്കം ഇവർ കൊന്നിട്ടുണ്ട്. അവർ എന്താണ് ചെയ്തിട്ടുള്ളത്? അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന എന്താണ് അവർക്ക് അറിയുക? അങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഇവരൊക്കെ കൊന്ന് കളഞ്ഞിട്ടുള്ളത്, ഇതിനു മുൻപും ഇപ്പോഴും. എന്നിട്ടാണ് അവർ അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഫോർ പീസ് എന്ന്. ഇവിടെ സമാധാനം, ലോകത്ത് സമാധാനം കൊണ്ടുവരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നിട്ട് നീയൊക്കെ എന്ത് സമാധാനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇസ്രായേലിൽ നിന്നിട്ട് പറയുന്ന ചില ആളുകൾ, അതായത് മലയാളികൾ, പ്രത്യേകിച്ചും മലയാളികൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന്. ഈ കത്തി അമരുന്ന ഇസ്രായേൽ കണ്ടിട്ടാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇസ്രായേലിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മിസൈല് പോലും
വീഴുന്നില്ല എന്നുള്ള കാര്യം. എന്നാൽ ഇതിനർത്ഥം ഇറാന് ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല. ഇറാന് നല്ല തരത്തിലുള്ള ഹിറ്റ് അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല ലീഡേഴ്സും, അതായത് ഏകദേശം ടോപ്പ് ലീഡേഴ്സും ഒക്കെ വധിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അതേസമയം ഇസ്രായേലിനും ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ കൊന്ന ശാപം ഇവർ എവിടെ കൊണ്ടാന്നിട്ട് തീർക്കും?